ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോറൽ ഈസി ടിപ്സിലേക്ക് സ്വാഗതം. ആൽപീനിയ സിറുംബെറ്റ് വാരിഗേറ്റ എന്ന ചെടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ അഗ്ലോണിമ ഡ്രസീന എന്ന ചെടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഈ ചെടിക്ക് നല്ല സ്റ്റണ്ണിങ് യെല്ലോ ആൻഡ് ഗ്രീൻ ഫോളിയേജ് ആണ് ഉള്ളത്. ഇതിൻ്റെ തന്നെ നല്ല പച്ച നിറത്തിലുള്ള ഇലകളോട് കൂടിയ ചെടിയുണ്ട്. ഷെൽജിഞ്ചർ എന്നാണ് പറയുന്നത്. ഗാർഡൻ ഗ്ലൂമി ആയിട്ടുള്ള പാർട്ടിൽ നല്ല കളർ കൊണ്ടുവരാനായിട്ട് ഈ ചെടിക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് ഒരു മരമുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും നടുന്നതിനും പാമ്പിൻ്റെ ചുറ്റും നടുന്നതിനും ഈ ചെടി വളരെ അനുയോജ്യമാണ്. ലാൻഡ്സ്കേപ്പിങ്ങിന് ഏറ്റവും യോജിച്ച ഒരു ചെടിയാണ് ഈ ആൽപീനിയ എന്ന ചെടി. ഈ ചെടിയുടെ പരിപാലനം എങ്ങനെയാണ്, നമ്മൾക്ക് എങ്ങനെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇനി നമ്മൾക്ക് ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഈ ചെടി നമ്മൾക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാവുന്ന ചെടിയാണ്. ഇൻഡോറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ പോട്ടൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല ഡ്രെയിനേജ് ഹോൾസ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് വളരെ നല്ല കളർഫുള്ളായിട്ട് വെക്കാൻ പറ്റുന്ന ഈ ഒരു ചെടി വെച്ചാൽ മതി. സിറ്റൗട്ടിനൊക്കെ നല്ല ഭംഗി കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ആൽപീനിയ. ഈ ചെടിയെ നമുക്ക് ഔട്ട്ഡോറിലും നടാവുന്നതാണ്. മുറ്റത്ത് ഒരു മരമുണ്ടെങ്കിലോ പാമ്പുണ്ടെങ്കിലോ അതിൻ്റെ ചൂട്ടിൽ നമ്മൾക്ക് നടാവുന്നതാണ്. നല്ല ലാൻഡ്സ്കേപ്പിങ്ങിന് പറ്റിയ ഒരു ചെടിയാണിത്. കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുമെന്നാണ് ലഭ്യമായ വിവരം. എൻ്റെ ചെടി 3 വർഷം കഴിഞ്ഞു, പക്ഷേ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ബഡ്സ് ആയിരിക്കുമ്പോഴത്തേക്കും സീഷെൽസ് പോലെയുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത്. ഷെൽജിഞ്ചർ എന്നുള്ളൊരു പേരും ഈ ചെടിക്ക് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ട സൺലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കനത്ത ചൂട് ഏൽക്കാത്ത ഒരു ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസിലാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ എന്നാൽ ഇതിന് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുകയും വേണം. അതുകൊണ്ട് മരത്തിൻ്റെ ചൂട്ടിലൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ മണ്ണ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മൾ ഇൻഡോറിൽ ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്ക് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നുള്ള ഒരു കോമ്പിനേഷനിൽ ഒരു മിക്സ് തയ്യാറാക്കി അതിൽ ഈ ചെടി വെക്കുന്നതാണ് നല്ലത്. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നല്ല ചൂട് കാലം ആണെങ്കിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മണ്ണ് ഉണങ്ങിപ്പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. മഴക്കാലമൊക്കെ ആണെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വളം, ഞാനിതിന് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു 2 മാസം കൂടുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യമൊക്കെ വളം ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഈ ചെടി നടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു സ്പേസിങ്, അതായത് നമ്മൾ ഔട്ട്ഡോറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 4 to 5 ഫീറ്റ് സ്പേസ് ഇട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന് മുള പൊട്ടി വരാനായിട്ട് എളുപ്പമായിരിക്കും. ഈ ചെടി നമ്മൾ നടുമ്പം ആദ്യമൊന്നും പെട്ടെന്ന് മുള പൊട്ടി വരുന്നത് കാണത്തില്ല. സാധാരണയായിട്ട് ഒരു 8 മുതൽ 10 ആഴ്ച വരെ എടുക്കും ഇതിന് ആദ്യമായിട്ട് മുള വരാനായിട്ട്. ഈ മുള വരുന്നതിന് കുറച്ച് കാലതാമസം എടുക്കും. അപ്പോൾ പുതിയ ചെടി മേടിച്ച് വെച്ചതിന് ശേഷം പുതിയ മുളകൾ കണ്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ രീതിയിലൊക്കെ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടി നല്ല രീതിയിൽ പിടിക്കുന്നതാണ്. വൺസ് ഈ ചെടി നല്ലതുപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ധാരാളം ചെടികൾ അതിൻ്റെ ചൂട്ടിൽ നിന്ന് വളർന്നു വരുന്നത് കാണാം. ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞതിന് ഒരു 3 ഫീറ്റ് ഹൈറ്റ് വരും, വലുതിന് 6 ഫീറ്റ് ഹൈറ്റ് വരുന്ന ടൈപ്പും ഉണ്ട്. നമ്മുടെ ഇഞ്ചി പോലെയുള്ള ചെടി തന്നെയാണ് ഇത്. അതുകൊണ്ട് ഇതിന് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുണ്ട്. റൈസോം എന്നാണ് അതിൻ്റെ പേര്. ഈ റൈസോം മാറ്റി വെച്ചാലാണ് നമ്മൾക്ക് ഈ ചെടിയെ പുതിയ മുളയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ചെടി കുഴിച്ചെടുക്കുമ്പോഴത്തേക്കും ആ റൈസോമോട് കൂടി നമ്മൾ കുഴിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നമ്മൾ നടുന്നത് പോലെ തന്നെയുള്ള ഒരു രീതിയാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഈ ചെടിയുടെ ഇലഭാഗം മാത്രമായിട്ട് കൊണ്ടുവച്ചാൽ ചെടി കിളുക്കത്തില്ല. അതുപോലെ തന്നെ ഈ റൈസോം നല്ല രീതിയിൽ, അതായത് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സോയിൽ കുഴിച്ചു വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളിങ്ങനെ കുഴിച്ചെടുത്ത ആ റൈസോം നമ്മൾക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും വെക്കാവുന്നതാണ്. ഔട്ട്ഡോറിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ഷെയ്ഡി ആയിട്ടുള്ള ഏരിയയിൽ വെക്കാനായിട്ട് നോക്കുക. ഇൻഡോറിലാണെങ്കിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി അധികം വേണ്ട, ആ രീതിയിൽ ഒരു മിക്സ് തയ്യാറാക്കി അതിൽ ഈ ചെടി വെക്കുക. ഈ റൈസോം നമ്മൾ നടുമ്പോഴത്തേക്കും അതിൻ്റെ ഇലഭാഗം കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ പ്ലാന്റ് ചെയ്താലും ഈ ചെടി കിളുത്തു വരുന്നത് കാണാം. ഈ റൈസോം നട്ടതിന് ശേഷം 8 മുതൽ 10 ആഴ്ചയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ പുതിയൊരു ചെടി ഉണ്ടായി വരികയുള്ളൂ.
ഞാനൊരു 3 വർഷം മുമ്പ് 150 റുപ്പീസ് കൊടുത്താണ് ഇതിൻ്റെ ഒരു തൈ മേടിച്ച് വെച്ചത്. ആദ്യം കുറേ കാലതാമസം എടുത്തതിന് ശേഷമാണ് പുതിയ തൈകൾ ഉണ്ടായത്. ഈ പോട്ടിൽ ഒരു 3 തൈ ആയതിനു ശേഷം ഞാനതിനെ ഔട്ട്ഡോറിൽ എടുത്തു വെച്ചു. ഔട്ട്ഡോറിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമിച്ച് ഒത്തിരി തൈകൾ പൊട്ടി വരുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ആ രീതി നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്ന് അൽപീനിയ വെരിഗേറ്റ എന്ന ചെടിയുടെ പരിപാലനവും അതിൻ്റെ പ്രൊപ്പഗേഷനുമാണ് നമ്മൾ ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഒപ്പം ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുക. ഒപ്പം പുതിയ വീഡിയോയുടെ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുന്ന കാര്യം മറക്കരുത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.